ഗൾഫാർ മുഹമ്മദ് അലി എന്ന മുഹമ്മദ് അലിക്ക അധികം സ്വയം ആഘോഷിക്കപ്പെടാത്ത മനുഷ്യനാണ്. നാട്ടിൽ നിന്നും പ്രവാസി ലോകത്തെത്തി മിഡിൽ ഈസ്റ്റിൽ ശാസ്ത്ര സാങ്കേതിക തികവാർന്ന ഒരുപാട് മേഖലകളിൽ കയ്യൊപ്പ് വെച്ചൊരു മനുഷ്യൻ. മനുഷ്യസ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും അതോടൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട് ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാമനുഷ്യൻ. കേരളത്തിൽ NRIക്കാർ എങ്ങനെ മുതലിറക്കും, എന്ത് വിശ്വസിച്ചിറക്കും എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഒരു മനുഷ്യനും താമസമില്ലാതിരുന്ന, ഒരുപക്ഷെ ഈ നാട്ടിൽ പട്ടികളൊക്കെയും മാത്രം വെറുതെ കിടന്നിരുന്ന, ഇന്ന് ഒരിഞ്ച് ഭൂമി പോലും ലഭിക്കാനില്ലാത്ത അരൂർ വൈറ്റില ബൈപ്പാസിൻ്റെ സൈഡിലായി തല ഉയർത്തി നിൽക്കുന്ന ലേമറിയൻ എന്ന ഹോട്ടൽ സ്ഥാപിച്ച ധീരനായ ഇൻവെസ്റ്റർ. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് തിളക്കമാർന്ന ഒരുപാട് മെറിറ്റ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും ക്ലബ്ബുകൾ വരെ നടത്തുമ്പോൾ ആരും ചിന്തിക്കാതിരുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളെ സംഘടിപ്പിച്ച് അവർക്കായി മെറിറ്റ് അവാർഡും പ്രോത്സാഹനവും സ്കോളർഷിപ്പും നൽകിയ മനുഷ്യൻ. ഇന്ന് അവരിൽ പലരും സിവിൽ സർവീസ് അടക്കമുള്ളവയെടുത്ത് ഉന്നത സ്ഥാനത്തെത്തുമ്പോൾ അവർ മടങ്ങി വന്ന് പുതിയ തലമുറയെ വല്ലാണ്ട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുന്നത് കണ്ട് വളരെ നിർവികാരനായി തൻ്റെ ജീവിതത്തിൻ്റെ നിശബ്ദ സായുജ്യം, സാഫല്യം, ഉത്തരവാദിത്വം താൻ നിർവഹിക്കുന്നു എന്ന കരുത്തോടെ കാമ്പോടെ നോക്കിയിരിക്കുന്ന മനുഷ്യൻ്റെ പേരാണ് ഗൾഫാർ മുഹമ്മദ് അലിക്ക. എനിക്കതാണ്ടൊരു 4-5 വർഷത്തെ അടുപ്പമേ ഉള്ളൂ അദ്ദേഹവുമായി. പക്ഷേ മനുഷ്യരെ പഠിക്കുമ്പോൾ, മനുഷ്യരെ നോക്കിക്കാണുമ്പോൾ, മനുഷ്യർ ഈ പറയുന്നത് പോലെ ശബ്ദഘോഷങ്ങളില്ലാതെ നിശബ്ദമായി നിലപാടുകളിൽ ഉറച്ചു നിന്ന് അവഗണിക്കേണ്ടതിനെ അവഗണിച്ചും പരിഗണിക്കേണ്ടതിനെ പരിഗണിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ഒറ്റ കാര്യത്തിലേ ഉള്ള അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പെയിൻ ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട്. അതും പ്രത്യേകിച്ചൊന്നുമല്ല, ചിലതൊക്കെ വിട്ടുകളയണം എന്ന് എന്നോട് പറയാറുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഭാഷ്യമാണ്. ഉറച്ച ശബ്ദമില്ല, വലിയ പ്രകടനമില്ല, വേറെന്തെങ്കിലും തരത്തിൽ കാടിളക്കുന്ന പതിവുകളൊന്നുമില്ല. പക്ഷേ വളരെ ശാന്തവും സൗമ്യവുമായി സ്നേഹസേവന സാന്നിധ്യമായി അദ്ദേഹം നിറഞ്ഞങ്ങനെ നിൽപ്പുണ്ട്. ഒരുപക്ഷെ സ്വന്തം പേറോളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്നത് ഈ NRI വ്യവസായിയുടെ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെ അല്ലെങ്കിൽ ഈ മനുഷ്യസ്നേഹിയുടെ കീഴിലാണെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പലരും പലരെയും കൊണ്ടുപോയി വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും പഴയ അടിമത്തത്തിൻ്റെ വേറൊരു ഭാവത്തിൽ ജോലി ചെയ്യിക്കുമ്പോൾ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ഫ്രെയിമും കൃത്യമായ വേതനവും അവർക്ക് നൽകേണ്ട പരിഗണനയും ഒക്കെ വ്യവസ്ഥാപിതമായ രീതിയിൽ നൽകാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെ ആരെയെങ്കിലും കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് സ്ഥിരം എഴുതുന്ന ചില ആളുകളുണ്ട്. എനിക്കങ്ങനെ പറ്റി, എനിക്കിങ്ങനെ പറ്റി എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, നമ്മളെക്കുറിച്ചായാലും ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ ആ പറയുന്നത് ആരും നമുക്ക് അയച്ചു തരില്ല. അതേസമയം മോശമാണ് പറയുന്നതെങ്കിൽ അതെല്ലാവരും നമുക്കെടുത്ത് ഇങ്ങോട്ട് തരാറുണ്ട് എന്ന് പറയുന്നത് പോലെ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഏതായാലും അങ്ങനെ ഒരു മനുഷ്യൻ ഈ തൂഫാൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ വാരിയറായി കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ബാഡ്ജ് അണിയിക്കുന്നത് കണ്ടു. ഞാൻ പലപ്പോഴും പലരെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഇതിൽ എന്ത് കാര്യം എന്ന് ഞാൻ ചോദിച്ചിരുന്നു, ചില സിനിമാ നടന്മാരുടെ കാര്യത്തിലൊക്കെ. പക്ഷേ ഗൾഫാർ മുഹമ്മദ് അലിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിന് അർഹനാണ്. അയാളൊരു വാരിയറാണ്. അയാളൊരു പോരാട്ടം, സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മനുഷ്യ സഹായങ്ങളുടെയും ഒരു തൂഫാൻ എത്രയോ കാലങ്ങളായി കേരള സമൂഹത്തിൽ അഴിച്ചുവിടുന്ന ഒരാളാണ്. വളരെ നിശബ്ദമായി, പക്ഷേ അതിശക്തമായി. വിദ്യാഭ്യാസ മേഖലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ, ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയിൽ, ജനങ്ങളെ സഹായിക്കുന്ന മേഖലയിൽ, പ്രോത്സാഹിപ്പിക്കുന്ന മേഖലയിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ. എന്ന് മാത്രമല്ല, പലരും കൈവക്കാൻ മടിക്കുന്നതാണ് വർഗീയതയുടെ വിഷയങ്ങൾ. വിദ്വേഷമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ എന്തിനിടപെടണമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ ഒരുപാട് മഹാനടന്മാരും മഹാവ്യവസായികളും ഒക്കെ. ആ സന്ദർഭത്തിലാണ് അത്തരം വിദ്വേഷവും സ്പർദ്ധയും ഒഴിവാക്കാൻ വേണ്ടി CCC ഫോർ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത സമുദായത്തിലെ മുൻനിര നേതാക്കളെയൊക്കെ ചേർത്ത് വെച്ച് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ഞാനും അതിൽ ഭാഗമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്
ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായ ചില ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളും കേട്ടപ്പോൾ അത് പങ്കുവെക്കേണ്ടതാണെന്ന് തോന്നി. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്? മരിച്ചു കഴിഞ്ഞ് അനുശോചനത്തിൽ പറയാനോ? ആർക്ക്, എന്തിനാണത്? കേൾക്കുക, അറിയുക ആ മനുഷ്യൻ്റെ നിലപാടുകൾ. ആഭ്യന്തരമന്ത്രി ഇന്ന് എന്നെ ഒരു തൂഫാൻ വാരിയറാക്കി പ്രഖ്യാപിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ തൂഫാൻ എന്ന പ്രോഗ്രാമിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഈ അവസരം വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഞങ്ങൾ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തെ ക്ഷണിക്കാനും അദ്ദേഹത്തിന്റെ ഈ തൂഫാൻ പ്രോഗ്രാമിൽ സഹകരിച്ച് പ്രവർത്തിക്കാമെന്നും ഞങ്ങൾ അദ്ദേഹത്തിന് ഉറപ്പുകൊടുത്തു. ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ സംഘടന പലവിധ പ്രോഗ്രാമുകളും ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ യുവ തലമുറയ്ക്ക് അതിന് ഈ ഡ്രഗ് അഡിക്റ്റിൽ നിന്നും ഡ്രഗ് ഉപയോഗങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഈ പ്രവർത്തനം വളരെ പ്രശംസാർഹനീയമാണ്. അത് നമ്മുടെ യുവജനങ്ങൾക്ക് വളരെയധികം നമ്മുടെ ഭാവി തലമുറയ്ക്കും ഗുണപ്രദമായിരിക്കും. അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ കാര്യത്തിൽ ഗവൺമെന്റിനോടൊത്ത് ആഭ്യന്തരമന്ത്രിയോട് ഒത്തു പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സംഘടനയും അതിന്റെ ഭാഗമാകും.